നേരത്തെ 95 കിലോ ആയി എന്ന് പറഞ്ഞു. എന്തൊക്കെ ചെയ്തു 95 കിലോ? തിരിച്ച് അതിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ആ റിവേഴ്സ് കാര്യങ്ങളും കൂടെ കേൾക്കണം. ഞാൻ നല്ലോണം ഫുഡ് കഴിച്ചു. പക്ഷെ ഞാൻ എന്തൊക്കെയാണ് അപ്പോഴത്തെ ഫേവറേറ്റ് ഫുഡ് എല്ലാം കഴിച്ചു? ഞാൻ ഫേവറേറ്റ് ഫുഡ് ഞാൻ നാടൻ പലഹാരങ്ങളാണ് കൂടുതൽ കഴിച്ചത്. പിന്നെ ചോറും ഊണും എല്ലാം സദ്യയായിരുന്നു മെയിനായിട്ട് കഴിച്ചത്. പക്ഷേ ഞാൻ ഒരിക്കലും ജങ്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ജങ്ക് കഴിക്കാത്തതുകൊണ്ട് തന്നെ കുറേയൊക്കെ കൺട്രോൾഡ് ആയിരുന്നു. ബിക്കോസ് എനിക്ക് എൻ്റെ കൊളസ്ട്രോൾ ലെവൽ എനിക്കങ്ങനെ ഷുഗർ എല്ലാം കൺട്രോൾഡ് ആയിരുന്നു. വെയിറ്റ് ലോസ് ആയിരുന്നു ഭയങ്കര പാട്. ബിക്കോസ് ഏജ് കൂടുന്നതനുസരിച്ച് ഇനിഷ്യൽ സ്റ്റേജിൽ ഒരു 5 കിലോ 8 കിലോ ഒക്കെ കുറയും. അത് കഴിഞ്ഞാൽ അതെ ഞാൻ ഭയങ്കര ഡിറ്റർമൈൻഡ് ആയിരുന്നു. എനിക്കങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല ഇങ്ങനെ തടിച്ചിരിക്കാൻ. പേടിയാണ്, വല്ല അസുഖം പിടിക്കുമോ എന്നൊക്കെ പേടിയുണ്ടായിരുന്നു. ഞാനിപ്പോൾ 1-2 ഇൻ്റർവ്യൂസിൽ പറയുകയും ചെയ്തു, എനിക്ക് ആകെ ഉണ്ടായ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഈ ഗംസിൽ നിന്ന് ബ്ലഡ് വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡയബറ്റീസ് ആയിരുന്നു. ഇത്രയും ഫാറ്റ് കയറിയ എൻ്റെ ഹൈറ്റിനനുസരിച്ച് എനിക്കൊരു 82 kg ആണ് എൻ്റെ ഐഡിയൽ വെയിറ്റ്. ഐ വെൻ്റ് അപ്പ് ടു 95. അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞ് ഡയബറ്റീസ് ഒക്കെ ആയി. അപ്പോൾ ഞാൻ വിഷ്ണുവിനെ വിളിച്ച് എന്ത് പണിയാണ് കാണിച്ച ഒരു സിനിമയ്ക്ക് വേണ്ടി ഡയബറ്റീസ് ആയിപ്പോയല്ലോ. ബ്ലഡ് ടെസ്റ്റ് വരുന്നവരെ എൻ്റെ ജീവൻ ഞാൻ ഇത്രയും പേടിച്ചിട്ടില്ല. എൻ്റെ എല്ലാം കൺട്രോൾഡ് ആയിരുന്നു. ബട്ട് ജസ്റ്റ് ദാറ്റ് പിന്നെ ഞാൻ അപ്പം തന്നെ തീരുമാനിച്ചു ഇത് ഐ ഹാവ് ടു കട്ട് ഡൗൺ. എനിക്കങ്ങനെ നിൽക്കാനേ പറ്റുന്നില്ല. എൻ്റെ ഈ ലൈഫ് സ്റ്റൈൽ കാരണം എനിക്ക് സിനിമകൾ കുറേ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ പലരും പറഞ്ഞിരിക്കുന്ന ജിമ്മും ബോഡിയൊക്കെ ആയതുകൊണ്ട് സാധാരണക്കാരനായിട്ട് നിന്നെ സങ്കല്പിക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ എന്തോ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മനസ്സുകൊണ്ട് തികഞ്ഞൊരു സാധാരണക്കാരനാണ്. മാത്രമല്ല എനിക്ക് തോന്നുന്നു എൻ്റെ പേഴ്സണൽ ചോയ്സസിൻ്റെ ബേസിസിൽ ഇങ്ങനെയൊന്നും തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല. ഞാനൊരാളോടും പറയാറില്ല നിങ്ങൾ മെലിഞ്ഞ ആളായതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ വണ്ണം വെച്ചു. അപ്പോൾ അതൊരു ഭയങ്കര കൈൻഡ് ഓഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ഇൻ ദ സെൻസ് ചില സമയങ്ങളിൽ അത്തരം പേഴ്സണൽ കാര്യങ്ങളൊക്കെ ബോഡി ഷേമിംഗ് ആണ്. ബോഡി ഷേമിംഗ് തന്നെയാണ്. പക്ഷേ ഒരു മസിൽമാൻ്റെ ബോഡി ഷേമിങ്ങിനെ കുറിച്ച് സംസാരിക്കാൻ ആരുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ മെലിഞ്ഞ ആൾക്കാരെ കുറിച്ച് അല്ലെങ്കിൽ തടിച്ച ആൾക്കാരെ കുറിച്ച് എന്തെങ്കിലും കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഹാഷ്ടാഗുകൾ വരും. അല്ല, എന്തിനാണ് അതൊക്കെ ഒരു പേഴ്സണലാണല്ലേ? അത്രയും ആ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എളുപ്പമാണ്. പക്ഷെ അങ്ങനെ എത്താൻ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് കുറേ വർഷങ്ങളോളമായിട്ട് മലയാള സിനിമയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡാണ്. സോ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒരു ഉണ്ണിമൂന്നിനൊരു വിഷമം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് ആരും മാറ്റാൻ പോകുന്നില്ല. ഓവർ ദി പീരീഡ് ഓഫ് ടൈം ഇനി ഇത് 10 വർഷമായി, ഇനി 20-25 വർഷങ്ങളാകുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ മാറി വേറെ അവസ്ഥയിലായിരിക്കും. അന്ന് നമ്മളിത് ആലോചിക്കും, 10 വർഷം മുന്നേ എന്തായിരുന്നു. ഞാൻ പക്ഷേ എൻ്റെ 60-ാം വയസ്സിൽ ഞാൻ ജിമ്മായിട്ട് നടക്കുള്ളൂ. അത് വേറെ കാര്യം. അതാണ് കോൺഫിഡൻസ്. 95 82 അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഈ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യമാണ് നമുക്ക് എത്ര നേരം ഒരു ദിവസത്തിൽ എത്ര മണിക്കൂർ ജിമ്മിൽ? ഇപ്പോൾ ഞാനൊരു 1 മണിക്കൂറോളം. എന്തൊക്കെയാണ് ഡയറ്റ്? ഞാൻ 1 മണിക്കൂറോളം എക്സസൈസ് ചെയ്യുള്ളൂ. എനിക്ക് അത്ര മതി എൻ്റെ ശരീരത്തിന്. വെയിറ്റ് ട്രെയിനിങ് ആണ്, കുറച്ച് ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ് ആണ്. പിന്നെ ഞാൻ 8 അല്ലെങ്കിൽ 7 തവണ ഫുഡ് കഴിക്കും. കുറച്ച് ഫുഡ് കഴിക്കും. അപ്പം അതൊക്കെ നമുക്ക് 1-2 ദിവസമല്ല, ഞാൻ ക്വാണ്ടിറ്റി കുറച്ച് നല്ല ഫുഡ് കഴിക്കും. മാത്രമല്ല ഇത് ഞാൻ 5-6 മാസം തുടർച്ചയായിട്ട് ചെയ്യും. 1-2 ദിവസത്തെയോ അല്ലെങ്കിൽ ഒരു ആഴ്ചയുടെ ഡയറ്റ് അല്ല ഇത്. ഐ ഡു ഇറ്റ് റിലീജിയസ്ലി ഫോർ 6 to 7 months. അപ്പോഴാണ് ഈ ചേഞ്ച് ഫീൽ ചെയ്യുന്നത്. അനു സിത്താര പറഞ്ഞു, ഞാൻ വെയിറ്റ് ലോസ് ചെയ്യണം എന്ന് തീരുമാനിച്ച് പിന്നീട് ഞാൻ ഉണ്ണിയേട്ടൻ്റെ ഉപദേശങ്ങളാണ് എടുത്തത്. അപ്പോൾ എന്തൊക്കെയായിരുന്നു ഉണ്ണി ആ ഒരു ടിപ്സ്? എന്തൊക്കെയായിരുന്നു? ഒന്നുമില്ല, ടിപ്സ് ഒന്നുമില്ല. ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യങ്ങളാണ്. നല്ല ഭക്ഷണ രീതിയും ഉറക്കം, പിന്നെ എക്സസൈസ്. അപ്പോൾ പുള്ളിക്കാരത്തി ഇതൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ്. നല്ല രീതിയിൽ ഈ ഡാൻസ് ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അത് റിലീജിയസ്ലി ചെയ്തതുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ആർക്കും വെയിറ്റ് ലോസ് അങ്ങനെയാണെങ്കിൽ എത്രയോ പേര് മെലിഞ്ഞിരിക്കണം, മനസ്സിലായിരിക്കണം. ഇറ്റ്സ് ഓൾ ഹേർഡ് തിങ്. അവളെടുത്ത തീരുമാനങ്ങളാണ്. കരിയറിൽ ഗുണം ചെയ്യും, വ്യക്തി ജീവിതത്തിൽ ഗുണം ചെയ്യും. വിഷ് ഹർ ഓൾ ദി ബെസ്റ്റ്. ഇത് കേൾക്കുന്ന പ്രേക്ഷകർ പെട്ടെന്ന് ചിന്തിക്കണം, മേപ്പടിയാൻ ഞങ്ങൾ എന്തുകൊണ്ട് മേപ്പടിയാൻ കാണണം? അങ്ങനെ ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്താണ് മേപ്പടിയാൻ? മേപ്പടിയാൻ ഒരു കൊച്ചു കുടുംബ ചിത്രമാണ്. എന്നെ ഇഷ്ടപ്പെടുന്നവർ നിങ്ങൾ ഈ സിനിമ പോയി തിയേറ്ററിൽ കാണണം. ഈ കൊച്ചു കുടുംബ ചിത്രം എന്ന് പറയുമ്പോൾ അതിൽ ഒരു എക്സൈറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഡെഫിനറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ തിയേറ്ററിൽ പോയി കാണും, നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കുറേ വർഷത്തെ ഒരു അധ്വാനവും പിന്നെ നിങ്ങളെ പ്രോത്സാഹനം കൊണ്ടൊക്കെ ആണ് ഞാനിവിടെ എത്തിയേക്കുന്നത്. അപ്പോൾ എൻ്റെ കരിയറിൽ തന്നെ ഒരു നെക്സ്റ്റ് ലെവൽ സംഭവമാണ്. എൻ്റെ ആദ്യത്തെ പ്രൊഡക്ഷൻ കൂടിയാണ്. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം, പ്രോത്സാഹനം വേണം. അപ്പോൾ അടുത്തുള്ള തിയേറ്ററിൽ പോയി കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അറിയിക്കും. അപ്പോൾ നമുക്ക് വായിക്കാം എന്താണ്.